മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. അറബി കല്യാണം പോലെ പാകിസ്ഥാൻ കല്യാണം നടന്ന സുവർണകാലമായിരുന്നു കോൺഗ്രസ് ഭരണകാലമെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി. സംസ്ഥാനത്ത് താമസിക്കുന്ന അനധികൃത പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെ നടന്നിരുന്ന ഏറ്റവും വലിയ ഇന്ത്യ പാക് ബായി ബായി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ച് പ്രോത്സാഹിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനികൾ വന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ വിവാഹം ചെയ്ത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ അറബി കല്യാണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് ഗൾഫ് നാടുകളിൽ നിന്ന് അറബികൾ വന്ന് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ കല്യാണം കഴിച്ച് ആഴ്ചകളോളോ മാസങ്ങളോളോ നിന്ന് മൊഴിചൊല്ലി പോകുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ അറബി കല്യാണം പോലെ പാക് കല്യാണം, ആ പാക് കല്യാണത്തിന്റെ സുവർണകാലമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉറി സംഭവം ഉണ്ടായപ്പോൾ ശക്തമായി തിരിച്ചടിച്ചതിന് തെളിവ് ചോദിച്ചവനാണ് രാഹുൽ ഗാന്ധിയെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രീണനം മൂലം ജില്ലയിലെ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇവിടെ ചില കോൺഗ്രസ്സുകാർ പറയുന്നത് കെ.സി. വേണുഗോപാലിനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തേ തിരിച്ചടിക്കാത്തത് എന്ന്. മിസ്റ്റർ കെ.സി. വേണുഗോപാൽ, ഉറി സംഭവം ഉണ്ടായപ്പോൾ ശക്തമായി പാകിസ്ഥാനെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ച് അവരുടെ അകത്ത് കയറി ആക്രമണം നടത്തിയപ്പോൾ തെളിവ് ചോദിച്ച ആളാണ് നിന്റെ നേതാവ് കെ.സി. വേണുഗോപാലിന്റെ നേതാവ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിലൊന്നും വലിയ അർത്ഥമില്ല, വലിയ പുതുമയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യ ഗവൺമെന്റ് എടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകളൊന്നാണ് പാക് പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടുക എന്നുള്ളതാണ്. 5000-ഓളം ആളുകളുണ്ട്. അതിൽ 104 ആളുകൾ ഇവിടെയാണ്. ഏകദേശം 55 ഡിപ്ലോമാറ്റ്സുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായി പാക് പൗരന്മാരെ പറഞ്ഞയക്കുന്നതിൽ ഒരു അമാന്തം കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു അഴവഴമ്പൽ സമീപനം കാണിക്കുന്നു എന്നുള്ള ശക്തമായ വികാരം ഞങ്ങൾക്കുണ്ട്. നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. എ.പി. ഗംഗാധരൻ, ടി.സി. മനോജ്, അജികുമാർ കരിയിൽ, എ.വി. സനൽ, അരുൺ കൈതപ്രം, യു.ടി. ജയന്തൻ, ടി. ജ്യോതി, ഗംഗാധരൻ, അനീഷ് കുമാർ, ഒ.കെ. സന്തോഷ്, പി. സുരേഷ്, കൃഷ്ണപ്രഭ, ശ്രീകുമാർ, അർജുൻ മാവിലാക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 2 സെറ്റ് യൂണിഫോം, 1 വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം. ട്യൂഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഡൊണേഷൻ 100% സൗജന്യം.